ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിതിൻ കൈപ്പുള്ളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട്ടിലെ എന്നൂർ പൈതൃക ഗ്രാമത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അവിടുത്തെ വശ്യമനോഹരത ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ നിന്നും ഒരു 2-2.5 മണിക്കൂർ യാത്ര ചെയ്താലേ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ എല്ലാവരും നല്ല ഹാപ്പി മൂഡായതിനാൽ റിസോർട്ടിലേക്കുള്ള ആ വലിയ ദൂരം വളരെ ചെറുതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല റിസോർട്ട് തന്നെയായിരുന്നു അത്. സ്വിമ്മിംഗ് പൂൾ, ക്യാമ്പ് ഫയർ, ഭക്ഷണം ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. ആ ദിവസം ഞങ്ങൾ 20 പേർ മാത്രമേ ആ റിസോർട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ പ്രൈവസി ഞങ്ങൾ ശരിക്കും ഒരു ആഘോഷമാക്കി. രാത്രിയിൽ വളരെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. അതുമൂലം പലർക്കും രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയായിരുന്നു. എന്നാൽ ചില വിദ്വാൻമാർക്ക് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. തലേ ദിവസത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും കുട്ടികളിൽ കണ്ടില്ല. അവരെല്ലാം നല്ല ഹാപ്പിയായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങളുടെ അടുത്ത പദ്ധതി പ്രകാരമുള്ള സ്ഥലമായ കർണാടകയിലെ കൂർക്കിലുള്ള ഗോൾഡൻ ടെമ്പിളിലേക്ക് ഞങ്ങളുടെ യാത്ര തിരിച്ചു. പോകുന്ന വഴികളെല്ലാം അതിമനോഹരമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ റോഡിലിറങ്ങി ഒരു ചെറിയ റീൽസും ഒപ്പിച്ചു. റീൽസ് എടുക്കാൻ സ്റ്റെപ്പൊന്നും ആർക്കും അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നല്ല റോഡിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളെ ഉപദ്രവിക്കാതെ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴല്ലേ ഓരോ ടൂറും ഫ്രണ്ട്ഷിപ്പും അതിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളിലേക്ക് നീങ്ങുന്നത്. എത്ര സഞ്ചരിച്ചാലും കൊതിമാറാത്ത സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശവും ഒരുപാട് കാപ്പിത്തോട്ടങ്ങൾ കണ്ടു. മനോഹരം, അതിമനോഹരമാണിവിടം. പഠന ക്ലാസുകൾ ഇതെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിച്ചു.
ഈ മന്ദിരത്തെ ചുവർച്ചിത്രങ്ങളും വിഗ്രഹങ്ങളും നിശബ്ദതയും നമ്മെ മറ്റൊരു ലോകത്തേക്ക് ആനയിക്കും, അത് തീർച്ച. നാൽപ്പതടിയോളം വരുന്ന വിഗ്രഹങ്ങളുടെ നടുക്ക് ശ്രീബുദ്ധനും വശങ്ങളിലുമായി പത്മസഭവനും അമതയൂസുമാണ്. ചിലർ ഈ വിഗ്രഹങ്ങൾ സ്വർണത്തിൻ്റേതാണെന്ന് പറയുന്നു, ചിലർ സ്വർണം പൂശിയതാണെന്ന് പറയുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല.